ഫാഷിസം ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് നമ്മുടെ സ്വപ്നം, നമ്മുടെ ലക്ഷ്യം. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ. അതിലേതെങ്കിലും ഒരു പാർട്ടി ഞാൻ പറയുന്നില്ല, ഒരു പാർട്ടിയിലും ഫാഷിസം ഉണ്ടാവാൻ പാടില്ല. ഫാഷിസം ഇല്ലാത്ത ഇന്ത്യ ആയിരിക്കണം നമ്മുടെ ഇന്ത്യ. സഹിഷ്ണുവായ ഭാരതം, ആ സഹിഷ്ണുവായ ഭാരതത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹായിക്കുന്ന ഇന്ത്യ, പരസ്പരം സഹകരിക്കുന്ന ഇന്ത്യ, നല്ലൊരു ഇന്ത്യ. അത് നരേന്ദ്രമോദിയുടെ അച്ഛേദിൻ ആവരുത്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് നരേന്ദ്രമോദി അച്ഛേദിൻ അല്ല. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ആർക്കാണ് എതിർപ്പ്? ഇതിൽ സത്യമല്ലാത്ത എന്താണുള്ളത് നിങ്ങൾ പറയണം. ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറയണം ഞങ്ങൾ പറയുന്നതിൽ എന്താണ് എതിർപ്പ്. അവർക്കെതിരുള്ള എന്ത് കാര്യമാണ് ഇപ്പൊ ഞാനിതുവരെ പറഞ്ഞതിൽ എന്താണ്? നസറുദ്ദീൻ സാഹിബ് നേരത്തെ പറഞ്ഞു, എന്താണ് അതിൽ അവർക്ക് എതിർപ്പുള്ള കാര്യം? എവിടെയാണ് അവർക്ക് എതിർപ്പ്? അവർ വ്യക്തമാക്കട്ടെ. ആ എതിർപ്പ് സത്യസന്ധമാണെങ്കിൽ ഞങ്ങൾ എല്ലാ കൊടികളും ഞങ്ങൾ എടുത്തു മാറ്റി തരാം. നിങ്ങൾ തൊടണ്ട, നിങ്ങൾ തൊടരുത്. കാരണം നിങ്ങൾക്ക് ഈ കാസർകോട്ടെ ചെർക്കളയിൽ ഒരു കൊടി മാത്രമേ തൊടാൻ പറ്റുള്ളൂ. ഹിമാലയത്തിന്റെ സാനുക്കളിൽ ഞങ്ങൾ സ്ഥാപിച്ച കൊടി തൊടുമോ നിങ്ങൾക്ക് സാധ്യമല്ല. ഈ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ കിഴക്കേ ചക്രവാളത്തിൽ കൈവച്ചു നിൽക്കുന്ന പാർട്ടിയാണിത്. വടക്കേ ചക്രവാളത്തിൽ രാജസ്ഥാനിന്റെ ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങളിലും കയ്യെത്തി നിൽക്കുന്ന പാർട്ടിയാണിത്. ഹിമാലയത്തിൽ തലവെച്ച് തെക്ക്, ഏറ്റവും തെക്ക് സമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥാനത്ത്, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് കാലിട്ടളിക്കുന്ന പ്രസ്ഥാനമാണ്, പാർട്ടിയാണിത്. ഇതിനെ ആ വിധത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഒരു ഉമ്മാക്കി കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വെറുതെ വ്യാമോഹിക്കുകയാണ്. സാധ്യമല്ല. ഇത് നിലനിൽക്കും. ഈ ഭൂമി എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഇത് നിലനിൽക്കും. ഈ ആകാശം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഈ ആശയം നിലനിൽക്കും. ഈ ആശയത്തിന് മരണമില്ല. നിങ്ങൾക്ക് ഞങ്ങളെ നിശബ്ദരാക്കാൻ ഒരു പക്ഷെ സാധിച്ചെന്ന് വരും. പക്ഷേ ഈ സത്യത്തെ മൂടിവെക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങളുടെ ജയിലുകൾ ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. നിങ്ങളുടെ കഴുമരങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. പക്ഷേ ഇതിന്റെ പേരിൽ ഈ പാവപ്പെട്ട സമുദായത്തിന്റെയോ ഈ പാവപ്പെട്ട ദളിത് ജനവിഭാഗത്തിന്റെയോ അതേപോലെ ഈ രാജ്യത്തിലെ പിന്നോക്ക പീഡിത ജനവിഭാഗത്തിന്റെയോ പേരിൽ ശബ്ദിക്കുന്നതിന് തെറ്റാണെങ്കിൽ, അതിന് നിങ്ങൾ കൊലക്കുറ്റമാണ് വിധിക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്നു ഏറ്റവും അടുത്തുള്ള കൊലക്കയറിൽ എന്റെ ശരീരം തൂങ്ങിയാടട്ടെ. എങ്കിലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാനോ എന്നോടൊപ്പം നിൽക്കുന്ന ഈ സഹോദരന്മാരോ അതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരോ ഒന്നും തന്നെ ഒരിഞ്ചും ഒരു മില്ലിമീറ്ററും പുറകോട്ടുണ്ടാവില്ല എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തകരാനുണ്ടായ പ്രസ്ഥാനമല്ല, ഇത് തകർക്കാനുണ്ടായ പ്രസ്ഥാനമല്ല, പക്ഷേ ഇത് നിർമ്മിക്കാനുണ്ടായ പ്രസ്ഥാനമാണ്. ഏതൊരു പൗരന്റെയും ഉള്ളിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും നിർമ്മിക്കാൻ, ഈ രാജ്യത്ത് സമാധാനവും സൗഹൃദവും നിർമ്മിക്കാൻ, ഈ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പണിയെടുക്കാൻ ഉണ്ടായ പ്രസ്ഥാനത്തിന് മരണമില്ല, അത് തകരുകയില്ല.